ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലേഡി ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെ പല ആളുകൾക്കും കോമൺലി കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കോമൺലി എല്ലാ ആളുകളിലും കണ്ടുവരുന്ന ഒരു മെയിൻ പ്രശ്നമാണ് ഗ്യാസിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു വയറുവേദന വന്നതായിരുന്നു. എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് ടൈം ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായത്. സഹിക്കാൻ പറ്റാത്ത വയറുവേദനയായിരുന്നു. അതായത് ഞാൻ തലേ ദിവസം ചോറ് കഴിച്ചില്ല, പകരം ഞാനെന്തോ ബ്രെഡ് എന്തോ കഴിച്ചു. പിറ്റേ ദിവസമാണെങ്കിൽ ഞാൻ ചപ്പാത്തിയുടെ കൂടെ നമ്മുടെ കപ്പയില്ലേ, കപ്പേൻ്റെ കറിയാണ് ഞാൻ ഉണ്ടാക്കി കഴിച്ചത്. അപ്പോൾ ഇത് രണ്ടും കാരണം വേറെ ഫുഡും കാര്യങ്ങളും ഒന്നും ചെന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കപ്പ എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കൂടുതൽ കാരണമാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞു, വലിയ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഞാൻ എന്തോ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലൊരു വയറുവേദന വന്നു. ഞാൻ എന്താണെന്നുള്ളത് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ വളഞ്ഞു പോയി, അതായത് തല കൊമ്പിട്ടിട്ട് വയറ് പിടിച്ച് ഞാനിങ്ങനെ നിൽക്കുന്ന ഒരു പ്രശ്നമായി. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. അവിടെ അവർ കാണിച്ചപ്പോൾ പറഞ്ഞു ഗ്യാസിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു ഊരയ്ക്ക്. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ, കുഴപ്പമില്ല, ഓക്കെ, നോർമലായി. പിന്നെ ഗ്യാസിൻ്റെ കുറച്ച് മരുന്ന് കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പ്രശ്നം, അതായത് വയറുവേദനയല്ല, ലക്ഷണം മാറി നെഞ്ചെരിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം എൻ്റെ എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ അടുത്ത് ഒരു എന്താ പറയുക, ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് വീണ്ടും വേറൊരു രീതിയിൽ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതായത് നെഞ്ചുവേദന, സഹിക്കാൻ പറ്റാത്ത നെഞ്ചുവേദന. അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ ബാക്കിൽ നിന്ന് വേദന, ഇവിടുന്ന് വരുന്ന വേദനേൻ്റെ നേരെ ബാക്കിൽ നിന്ന് തന്നെ വേദന. അതേപോലെ തന്നെ കൈ, വലത്തെ കൈ പൊക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥ, സഹിക്കാൻ പറ്റുന്നില്ല. ശ്വാസം എടുക്കുമ്പോൾ വേദന. ഞാൻ വിചാരിച്ചു എനിക്ക് അറ്റാക്കാണ്. ഞാൻ ഉറപ്പിച്ചു എനിക്ക് അറ്റാക്ക് തന്നെയാണ്. അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കാണിക്കുക. അപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഞാൻ കരുതി എനിക്ക് ഉറപ്പായി എനിക്ക് അറ്റാക്കിൻ്റെ ഇഷ്യൂ ആണ്. എനിക്ക് കൈ പൊന്തിക്കാൻ വേണ്ടി പറ്റില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല, ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കിടക്കുമ്പോൾ വേദന വന്നിട്ട് ഞാൻ കരയുക കിടന്നിട്ട്. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂവും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഉണ്ടായത് കേട്ടോ. അങ്ങനെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കാണിച്ചു. അപ്പോൾ അവരാണ് ഗ്യാസിൻ്റെ ഇഷ്യൂ ആണ്, വേറെ കുഴപ്പമില്ല. എന്നിട്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എനിക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ ആണ് എന്നുള്ള കാര്യം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ പിന്നെ കുഴപ്പമില്ല, നമുക്ക് ECG എടുത്ത് നോക്കാം, ഒരു ബ്ലഡ് ടെസ്റ്റും ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. ECG ഒക്കെ നോക്കിയൊക്കെ നോർമലാണ്, ഒരു കുഴപ്പമില്ലാണ്ട് ദൈവം സഹായിച്ചു. ഞാൻ വിചാരിച്ചു എനിക്ക് അറ്റാക്കാണ്. അപ്പോൾ ഇങ്ങനെ പല ലക്ഷണങ്ങളും നമുക്ക് ഗ്യാസിൻ്റെ ഒരു ഇഷ്യൂ കാരണം നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് ഈ ഗ്യാസിൻ്റെ ഇഷ്യൂ വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഗ്യാസ് ട്രബിളിൻ്റെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് ഗ്യാസ് വരും കേട്ടോ. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കപ്പ, എന്താ പറയുക, മധുരക്കിഴങ്ങ്, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ, ഇത് കഴിക്കുന്നതിലൂടെ ഗ്യാസ് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് വരും അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ അതേപോലെ എന്താ, നമ്മുടെ ചെറുപയർ കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ ഇഷ്യൂ വരുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കോമൺലി നോർമലായിട്ടുള്ള കാര്യമാണ്. ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ള ആളുകൾക്ക് എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഇഷ്യൂ എന്തായാലും ഉണ്ടാകും. പിന്നെ നമുക്കത് മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആദ്യത്തെ കാര്യം എന്താണെന്ന് അറിയാം, നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യാന്നുള്ള കാര്യമാണ് കേട്ടോ. അതായത് ഫുൾ ബോഡി നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാം. ഈ യൂട്യൂബിലൊക്കെ തന്നെ ഒരുപാട് എക്സസൈസ് വർക്കൗട്ടിൻ്റെ കാര്യങ്ങളും വീഡിയോകളും ഒക്കെ ഉണ്ടല്ലോ. അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഫുൾ ബോഡി വർക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഡാൻസ് കളിക്കാം, സൂംബ, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ. അതിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ഫോളോ ചെയ്യാം. ഫുൾ ബോഡി ഒന്ന് ഇളകിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ വയറിലുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂ ഒന്ന് കുറയുന്നതാണ്.
ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ വയറിലുണ്ടാകുന്ന ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു മസാജ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എണ്ണ യൂസ് ചെയ്യാം. നോർമലി നമ്മൾ ശരീരത്തിൽ തേക്കുന്ന എണ്ണ ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചൂടുവെള്ളം ഉണ്ടാവുമല്ലോ, അത് കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ. അതായത് ചൂടുവെള്ളം എന്ന് പറയുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് നിങ്ങൾ കുടിക്കേണ്ടത് കേട്ടോ. ഒരിക്കലും വെള്ളം തിളപ്പിക്കാതെ നിങ്ങൾ ലൈറ്റ് ചൂടാകുന്ന സമയത്ത് എടുത്ത് കുടിക്കരുത് കേട്ടോ. അത് നമുക്ക് വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ മഞ്ഞപ്പിത്തവും കാര്യങ്ങളൊക്കെ പടർന്ന് പിടിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എപ്പോഴും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. തിളപ്പിച്ചാറിയതെന്ന് പറയുമ്പോൾ നമുക്ക് കുടിക്കാനുള്ള ഒരു ചൂട് വേണം കേട്ടോ. അതായത് വളരെയധികം എന്താ പറയുക, ചൂട് പോയിട്ടുള്ളൊരു വെള്ളമല്ല, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചൂടിലുള്ള തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ തിളപ്പിച്ചാറിയ വെള്ളം എന്ന് പറയുമ്പോൾ ഡെയിലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ചായയിലായിരിക്കുമല്ലോ. ഈ രാവിലത്തെ, അതായത് വെറും വയറ്റിൽ ചായ കുടിക്കുന്ന ശീലം മാറ്റിയിട്ട് തിളപ്പിച്ചാറിയിട്ടുള്ള നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചൂടിൽ നമ്മൾ വെള്ളം കുടിക്കാം. ഇങ്ങനെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു എന്താ പറയുക, തിളപ്പിച്ചാറിയിട്ടുള്ള നമുക്ക് കുടിക്കാൻ പറ്റുന്ന ചൂടുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, പിന്നെ നിങ്ങൾക്ക് ചായ കുടിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. രാവിലെ വെറും വയറ്റിൽ നിങ്ങൾ ചൂടുവെള്ളം കുടിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ ചായ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് ചായ കാച്ചാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുമല്ലോ, അത് വളരെയധികം നല്ലതാണ്. അതിൽ നമ്മളിടുന്ന സാധനങ്ങൾ തന്നെ വളരെയധികം നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മൾ മല്ലിയില മല്ലിയില കഴിക്കുന്നത് നല്ലതാണ് ഗ്യാസിൻ്റെ ഇഷ്യൂ മാറാൻ വേണ്ടിയിട്ട്. പിന്നെ ചെയ്യാൻ പറ്റുന്ന മുഴുവൻ മല്ലിയില്ലേ, നമ്മൾ മുഴുവനായിട്ടുള്ള മല്ലി, അത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ രസം ഉണ്ടാക്കി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ദഹനത്തിനും നല്ലതാണ്, ഗ്യാസിൻ്റെ ഇഷ്യൂ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾ വെറുതെ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, ഇല്ലെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മുടെ പെരുംജീരകം നല്ലതാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്ക് എടുത്ത് കഴിക്കുന്നത് ഗ്യാസ് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്താ, നമ്മുടെ വെളുത്തുള്ളി, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. വെളുത്തുള്ളി എടുത്തിട്ട് ചുട്ടിട്ട് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഗ്യാസിൻ്റെ ഇഷ്യൂ പെട്ടെന്ന് തന്നെ മാറുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഈ ഗ്യാസിൻ്റെ ഗുളിക കഴിക്കാറേയില്ല. ഇനി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, നമുക്കൊരു ഡോക്ടർ മരുന്ന് കുറിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള 5 ദിവസത്തേക്ക്, അല്ലെങ്കിൽ അത് മാറിയിട്ടില്ലെങ്കിൽ വീണ്ടും വന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറയും. അത് എന്തിനാണെന്നറിയോ, ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം നമ്മൾ എന്തായാലും മസ്റ്റായിട്ട്. ആ ഒരു പീരീഡിൽ എഴുതുന്ന അതിൽ ഗ്യാസിൻ്റെ ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഞാൻ കഴിക്കും കേട്ടോ. അത് കഴിക്കാതിരിക്കില്ല. പിന്നെയും വരികയാണെങ്കിൽ ഞാൻ പോയി കാണിക്കില്ല. കാരണം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും സംഭവമില്ല, അധികവും ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി ചുട്ടിട്ട് കഴിക്കുക എന്നുള്ളതാണ്. കഴിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതങ്ങ് പോയി കിട്ടുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചൂടുവെള്ളം കുടിക്കും കേട്ടോ. ചൂടുവെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഇനി നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ ചൂടുവെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് തിളപ്പിക്കുന്ന വെള്ളം അത് കുടിച്ചാലും മതി. ഗ്യാസിൻ്റെ ഇഷ്യൂ പെട്ടെന്ന് തന്നെ മാറി കിട്ടുന്നതാണ് കേട്ടോ. ഗ്യാസിൻ്റെ ഇഷ്യൂ വരുന്നതിൻ്റെ വേറെ കുറച്ച് കാരണങ്ങളും കൂടി ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഒരുപാട് വെള്ളം കുടിക്കുകയാണെങ്കിൽ എന്തായാലും ഗ്യാസിൻ്റെ ഇഷ്യൂ വരും. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഗ്യാസിൻ്റെ ഇഷ്യൂ വരും. മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾ ഈ ആസിഡിക് ആയിട്ടുള്ള ഭക്ഷണങ്ങളില്ലേ, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കപ്പ, മധുരക്കിഴങ്ങ്, ചെറുപയർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഇതൊക്കെ ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കുന്നതിലൂടെ ഗ്യാസിൻ്റെ ഇഷ്യൂ എന്തായാലും വരും. പിന്നേത്തെ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെന്താ, പെട്ടെന്ന് ദഹിക്കുന്ന സാധനങ്ങളില്ലേ, എന്താ പറയുക, ഇപ്പോൾ പെട്ടെന്ന് ദഹിച്ചു പോകുന്ന ഭക്ഷണങ്ങളുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിലൂടെ നമുക്ക് ഗ്യാസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും, ഞാൻ ഈ പറഞ്ഞ സ്റ്റെപ്പ് മുഴുവൻ നിങ്ങൾ ഫോളോ ചെയ്തിട്ടും നിങ്ങൾക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂ മാറുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറെ അടുത്ത് പോയി കണ്ടിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഇനിയിപ്പോൾ നെഞ്ചുവേദന വന്നിട്ട് ഗ്യാസ് ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. രണ്ടും, നമ്മുടെ നെഞ്ചുവേദന അറ്റാക്കിൻ്റെ ഇഷ്യൂ വരികയാണെങ്കിലും നമ്മുടെ ഗ്യാസിൻ്റെ ഇഷ്യൂ ആണെങ്കിലും ഏകദേശം ഒരേപോലത്തെ വേദനയും ഫീലും കാര്യങ്ങളൊക്കെ, നെഞ്ചിൽ ഇങ്ങനെ കുത്തുന്ന വേദനയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ വെച്ചിരിക്കരുത്, പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോയി കാണിക്കുക കേട്ടോ. വെച്ച് നിൽക്കുകയേ ചെയ്യരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.